കണ്ണൂർ ഇടത് കോട്ടയാണ് കണ്ണൂർ. മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെയും കെ ശൈലജയുടെയും ഗോവിന്ദൻ മാസ്റ്ററുടെയും ഒക്കെ കണ്ണൂർ. പക്ഷേ ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് എത്തുമ്പോൾ കണ്ണൂർ ലോക്സഭാ മണ്ഡലം അത്രമാത്രം ഇടത് കോട്ടയാണ് എന്ന് പറയാൻ സാധിക്കില്ല. അവിടെ കോൺഗ്രസിനും കൃത്യമായ ഇടങ്ങളുണ്ട്. ഇടവേളകൾ അനുസരിച്ച് കോൺഗ്രസും അവിടെ വിജയിച്ചിട്ടുമുണ്ട്. 7 തവണയാണ് കോൺഗ്രസ് നാളിതുവരെ അവിടെ വിജയിച്ചിട്ടുള്ളത്. കോൺഗ്രസിൻ്റെ ഏറ്റവും വലിയ മുഖമായി അവിടെ നിലനിന്നിട്ടുള്ളത് കെ സുധാകരനാണ്. കുമ്പക്കുടി സുധാകരൻ എന്ന കെ സുധാകരൻ്റെ പിൻബലത്തിലാണ് കോൺഗ്രസ് കണ്ണൂരിൽ വളർന്നു പടർന്ന് പന്തലിച്ചു നിൽക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. ഈ സാഹചര്യത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ കെ സുധാകരൻ അല്ലാതെ കോൺഗ്രസിന് കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിൽ നിർത്തുവാൻ ശക്തനായ ഒരു സ്ഥാനാർത്ഥി ഇല്ല എന്നുള്ളത് തന്നെയാണ് സത്യം. കെ സുധാകരൻ്റെ വിശ്വസ്തനടക്കം നിരവധി പേരുടെ പേരുകൾ വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് മുൻപോട്ട് വെക്കുന്നുണ്ട് എങ്കിലും കെ സുധാകരനോളം കരുത്തുള്ളവരാണ് അവരെന്ന് ഹൃദയം കൊണ്ട് സമ്മതിക്കുവാൻ കഴിയില്ല കോൺഗ്രസിന്. കെ സുധാകരൻ തന്നെയാണ് കണ്ണൂരിൽ കോൺഗ്രസിന് ഒത്ത സ്ഥാനാർത്ഥി. പക്ഷേ ഇതിനു മുമ്പ് കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിച്ച കെ സുധാകരൻ തോൽവി നേരിട്ടിട്ടുണ്ട്. 2014-ലും 2019-ലും മത്സരിക്കുമ്പോൾ കെ സുധാകരന് അർത്ഥസമ്മതം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ലോക്സഭാ സ്ഥാനാർത്ഥിയായി മത്സരിക്കുവാൻ അദ്ദേഹത്തിന് അത്ര താല്പര്യമുണ്ടായിരുന്നില്ല. 2014-ലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ശ്രീമതി ടീച്ചറിനോട് ദയനീയമായി പരാജയപ്പെട്ട കെ സുധാകരൻ 2019-ൽ വർക്കിംഗ് പ്രസിഡന്റായിട്ടിരിക്കുന്ന സമയത്ത് മികച്ച ഭൂരിപക്ഷത്തോടു കൂടിയാണ് അതേ ശ്രീമതി ടീച്ചറിനെ മലർത്തിയടിച്ച് വിജയിച്ചു വന്നത്. 2019-ലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 5,29,741 വോട്ടുകളോടുകൂടി 50.74% വോട്ടുകൾ നേടി കെ സുധാകരൻ അവിടെ വിജയിച്ചു. 2014-ലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിനേക്കാൾ 6.28% കൂടുതൽ വോട്ടുകൾ ലഭിച്ചിരുന്നു. ആ സമയം പി കെ ശ്രീമതി ടീച്ചറിന് ലഭിച്ചത് 4,35,182 വോട്ടുകളായിരുന്നു. അതായത് 41.68% മാത്രം. കഴിഞ്ഞ തവണ ലഭിച്ചതിനേക്കാൾ, അതായത് 2014-ൽ വിജയിച്ച സമയത്ത് പി കെ ശ്രീമതി ടീച്ചറിന് ലഭിച്ചതിനേക്കാൾ 3.47% വോട്ടുകളുടെ കുറവുണ്ടായി. 2019-ലെ തെരഞ്ഞെടുപ്പിന് മുമ്പ് കെ സുധാകരൻ മത്സരിച്ച് വിജയിക്കുന്നത് 2009-ലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലാണ്. 2009-ലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വന്ന കെ സുധാകരൻ നേടിയ വോട്ടിന്റെ എണ്ണം 4,32,878 വോട്ടുകളായിരുന്നു. അന്നും 50.11% വോട്ടുകൾ നേടി. അന്ന് ലഭിച്ച വോട്ടിന്റെ വർധനവ് 9.32% അതായത് കെ സുധാകരനെ തോൽപ്പിച്ചും ജയിപ്പിച്ചും ഉൾക്കൊള്ളുന്നവരാണ് കണ്ണൂരിലെ വോട്ടർമാരെന്ന് പറയാം. വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കെ സുധാകരന് പകരക്കാരനായി അവിടെ പറയുവാൻ കോൺഗ്രസിന് മറ്റൊരു പേരില്ല. അല്ലെങ്കിൽ കെ സുധാകരൻ അത്തരത്തിലൊരു സ്ഥാനാർത്ഥിയെ അവിടെ ഉണ്ടാക്കി എടുത്തിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. 2024-ൽ നടക്കുവാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പോലും കെ സുധാകരൻ പറയുന്നത് തന്റെ വിശ്വസ്തന്റെ പേരാണ്. മറ്റാരുടെയും പേരവിടെ വെക്കുവാൻ കെ സുധാകരനില്ല. ഈ സാഹചര്യത്തിൽ 2019-ൽ മത്സരിക്കുമ്പോൾ വർക്കിംഗ് പ്രസിഡന്റായിരുന്ന കെ സുധാകരൻ ഇപ്പോൾ KPCCയുടെ ഏക പ്രസിഡന്റാണ്. അതുകൊണ്ട് തന്നെ KPCC പ്രസിഡന്റ് സ്ഥാനവും MP സ്ഥാനവും കൂടി ഒരുമിച്ച് കൊണ്ടുപോകുന്നതിലെ ബുദ്ധിമുട്ടുകൾ പരിഗണിച്ചുകൊണ്ടാണ് താൻ ആദ്യഘട്ടങ്ങളിൽ മത്സരിക്കില്ല എന്ന നിലപാട് സ്വീകരിച്ചിരുന്നത്. എന്നാൽ 20-ൽ 20 സീറ്റുകൾ നേടുക എന്ന കോൺഗ്രസിന്റെ ഉറച്ച തീരുമാനത്തിന്റെ പുറത്ത് ഹൈക്കമാൻഡ് തന്നോട് മത്സരിക്കുവാൻ ആവശ്യപ്പെടുകയാണെങ്കിൽ താൻ മത്സരിക്കും. 2014-ലെ പോലെ, 2009-ലെ പോലെ, 2019-ലെ പോലെ അർത്ഥ താല്പര്യമല്ല, കാൽഭാഗം മാത്രമേ അദ്ദേഹത്തിന് താല്പര്യമുള്ളൂ. ഹൈക്കമാൻഡ് നിർബന്ധിച്ചാൽ മാത്രം മത്സരിക്കുന്ന കുമ്പക്കുടി സുധാകരൻ ജയിക്കുമോ തോക്കുമോ എന്നൊക്കെ കണ്ടറിയേണ്ടതാണ്. ഹൈക്കമാൻഡ് പറഞ്ഞാൽ മാത്രം മത്സരിക്കുന്ന കെ സുധാകരന് ആത്മവിശ്വാസം കുറവാണെങ്കിലും വിജയസാധ്യത ഏറെയുള്ള മറ്റൊരു സ്ഥാനാർത്ഥിയും കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിൽ ഇല്ല എന്ന ഉറച്ച വിശ്വാസമുള്ള ഹൈക്കമാൻഡിനും കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വത്തിനും കെ സുധാകരൻ തന്നെ മതി സ്ഥാനാർത്ഥി എന്ന ആത്മവിശ്വാസവും ഉറപ്പും നിലനിൽക്കുന്നു. തളിപ്പറമ്പും ഇരിക്കൂറും അഴീക്കോടും കണ്ണൂരും ധർമ്മടവും മട്ടന്നൂരും പേരാവൂരും ചേർന്ന കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിൽ പേരാവൂരിലും ഇരിക്കൂറിലും മാത്രമാണ് കോൺഗ്രസ് അധികാരത്തിലുള്ളത്. മറ്റെല്ലാ നിയമസഭാ മണ്ഡലങ്ങളിലും ഇടത് കോട്ടയാണെന്ന് തീർച്ചയായും പറയാം. അതിൽ മുഖ്യമന്ത്രിയുടെ ധർമ്മടവും കെ ശൈലജയുടെ മട്ടന്നൂരും കോൺഗ്രസിന് ഒന്ന് തൊട്ടുനോക്കാൻ പോലും സാധിക്കാത്ത നിയമസഭാ മണ്ഡലങ്ങളാണ്. എന്നാൽ കെ സുധാകരന് ഇവിടങ്ങളിലെല്ലാം വേരുണ്ട് എന്ന ഉറച്ച ആത്മവിശ്വാസമാണ് കോൺഗ്രസിനെ കെ സുധാകരൻ എന്ന ഏക സ്ഥാനാർത്ഥിത്വത്തിലേക്ക് കൊണ്ടുചെന്നെത്തിക്കുന്നത്. കെ സുധാകരൻ പറയുന്നത് ഒറ്റ കാര്യമേ ഉള്ളൂ: താൻ സ്ഥാനാർത്ഥിയാകാം, ഹൈക്കമാൻഡിൻ്റെ ആവശ്യം അംഗീകരിക്കാം. പക്ഷേ തനിക്ക് രണ്ടും കൂടെ ഒരുമിച്ച് കൊണ്ടുപോകുവാനുള്ള
അവസരം തരണം എന്ന ഒരു ആവശ്യം മാത്രമാണ് അദ്ദേഹം മുൻപോട്ട് വയ്ക്കുന്നത്. അതായത് KPCC പ്രസിഡന്റ് സ്ഥാനം തനിക്ക് നഷ്ടമാക്കാൻ താല്പര്യമില്ല. MP സ്ഥാനത്തേക്ക് മത്സരിച്ചാൽ കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് മത്സരിച്ച് 2014 പോലെ ഒരു തോൽവി നേരിടേണ്ടി വന്നാൽ തിരികെ പോകാൻ മറ്റൊരിടം KPCC പ്രസിഡന്റ് സ്ഥാനം മാത്രമേ ഉള്ളൂ എന്ന അദ്ദേഹത്തിൻ്റെ ബോധ്യമാണ് ഈ തീരുമാനത്തിൻ്റെ പിന്നിലെന്ന് കരുതാം. എന്തായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുക്കുന്നു. സുധാകരനാകുമോ കണ്ണൂരിൻ്റെ സ്ഥാനാർത്ഥി? അല്ല മറ്റാര് നിന്നാലാണ് വിജയസാധ്യത? നിങ്ങൾക്കും അഭിപ്രായം അറിയിക്കാം. കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.